ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ എമ്പതി ഇല്ല എന്നുണ്ടെങ്കിൽ കുറെ പേരുടെ ലൈഫിന് അതൊരു ഭീഷണിയാണ്. പക്ഷെ ഇപ്പൊ ഇതേ കാര്യങ്ങള് കുട്ടികളുടെ ചില ബിഹേവിയേഴ്സ് മുന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത്തരം കുട്ടികളുടെ റെഡ് ഫ്ലാഗ് ബിഹേവിയേഴ്സ് അതെന്തൊക്കെയായിരിക്കാം? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ എമ്പതിയൊക്കെ കുറഞ്ഞു തുടങ്ങും. ഉം. അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഒപ്പം സങ്കടം വരും, ഒരു ടെൻഷൻ, ഒരു ഇതൊക്കെ വരും. അപ്പൊ അവര് ദേ ഡോണ്ട് ഗിവ് എ ഡാം. അവർക്ക് അതൊന്നും വലിയ വിഷയമല്ല. അവരതിനെപ്പറ്റി ബോധേഡ് അല്ല. ആ എമ്പതി കുറവ് അതൊന്ന്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എക്സ്ക്യൂസസ് ഉണ്ടാവും. ഉം. ഗിൽട്ട് ഇല്ല. ഓക്കെ. ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി അതൊന്നുമില്ല. അവർക്ക് ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ എക്സ്ക്യൂസസ് ഉണ്ട്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈവറ്റ് ആയിരിക്കും അവരുടെ ലൈഫ്. ഉം. പ്രൈവസി കുഴപ്പമില്ല. അതിന്റെ കൂടെ ചെറിയൊരു അരഗൻസ് ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, അവരുടെ ഫോണിനെ പറ്റിയിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ചിന്താഗതി എല്ലാം ഭയങ്കര പ്രൈവറ്റ് ആക്കി വെക്കും. പിന്നെ ഹ്യൂമിലിയേഷൻ. ഉം. മറ്റുള്ളവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണത്, ഇൻസൾട്ട് ചെയ്യണത് അതിലൊക്കെ ഇവര് ഒരു 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 ആനന്ദം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ത്രീകളെ കളിയാക്കണതിൽ, ഉം. ഡീഗ്രേഡ് ചെയ്യണതിൽ അതൊക്കെ അവര് പതുക്കെ അവരെ പറ്റിയൊക്കെ ജോക്ക് ഉണ്ടാക്കി തുടങ്ങും. അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉം. ദ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇന്റലിജൻസ് ഉണ്ട്. ഓക്കെ. പക്ഷെ ഇതില്ല, എമ്പതി ഇല്ല. ഉം. അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഉം. നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യവും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ബുദ്ധിയാണ്, നല്ല ഉം. ബുദ്ധിയുണ്ട്. പക്ഷെ എമ്പതി ഇല്ല. ഈ ഇന്റലിജൻസ് ഇല്ലാത്ത കുട്ടികള് തെറ്റ് ഉം. ഇതാക്കണത് അത് സാധാരണമാണ്. നമുക്ക് കാണാൻ പറ്റും. ഈ എമ്പതി ഇല്ലാത്തവരും ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ എമ്പതി ഇല്ല എന്നുണ്ടെങ്കിൽ കുറെ പേരുടെ ലൈഫിന് അതൊരു ഭീഷണിയാണ്.